നമ്മുടെ സുധിച്ചേട്ടൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണിത്. അത് ലാസ്റ്റ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ്. ഇതാ കൈമടക്ക് പോലും മാറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു ഡ്രസ്സ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രേണു ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? രേണുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുധിച്ചേട്ടൻ്റെ സ്മെല്ല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. മനുഷ്യന്മാർ അനുഭവിക്കുന്ന തീവ്രമായ വേദനകളിലൊന്ന് അത് വിരഹത്തിന്റെ വേദനയാണ്. നമ്മളോട് അത്രയുമേൽ ഇഴകിച്ചേർന്നിരുന്ന ഒരു മനുഷ്യൻ നമ്മളെ പിരിഞ്ഞു പോകുന്ന സമയത്ത്, അത് നമ്മളുടെ ഇണയായിരിക്കാം, സുഹൃത്തായിരിക്കാം, കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളായിരിക്കാം, നമ്മളെ പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മളുടെ ഹൃദയം എത്രത്തോളം നുറുങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കൊല്ലം സുധി എന്ന് പറഞ്ഞ ഒരു കലാകാരനെ കുറിച്ചാണ്. കൊല്ലം സുധിയെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം വളരെ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഒരു കലാകാരനാണ്. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു വലിയ ഷോയിലൂടെ ഒരുപാട് പ്രേക്ഷകരെ മനസ്സ് സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരനായിരുന്നു കൊല്ലം സുധി. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സിനി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. സ്റ്റാർ മാജിക്കിൽ ഒരുപാട് കാലം കുറേ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു കൊല്ലം സുധി. അദ്ദേഹത്തിന്റെ വിയോഗം ഒരുപാട് പേരെ വേദനിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം ബാധിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കാലം കിടപ്പിലായിട്ടുള്ള മരണമായിരുന്നില്ല, വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള മരണമായിരുന്നില്ല. വളരെ ഒരു യങ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ മരിച്ചു പോവുക, അതും ഒരു ആക്സിഡന്റൽ ഡെത്ത്, ഒരു കാർ ആക്സിഡന്റിൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കാണെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണമായിരുന്നു. ഒരുപാട് പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ മരണത്തെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ ഭാര്യ രേണു ഭയങ്കരമായിട്ടുള്ള പ്രയാസത്തിലാണ്. കാരണം ഭർത്താവിന്റെ വിയോഗം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ ഇതിന്റെ വേദന താങ്ങാൻ കഴിയാതെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ രേണു അദ്ദേഹത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാർ മാജിക്കിൽ നമ്മുടെ സുധി കൊല്ലത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളീഗായിരുന്നു ലക്ഷ്മി നക്ഷത്ര. ലക്ഷ്മി നക്ഷത്രനെയും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആങ്കറായിട്ടൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ട് സജീവമായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് ലക്ഷ്മി നക്ഷത്ര. അപ്പൊ രേണു, അതായത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഒരു ദിവസം ലക്ഷ്മി നക്ഷത്രയോട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു സഹായം ചെയ്തു തരൂ. അതായത് ഈ കൊല്ലം സുധി മരിച്ച സമയത്ത് എടുത്തു വെച്ചിരുന്ന, അതായത് ആ ഒരു ആക്സിഡന്റ് സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം സൂക്ഷിച്ച് അത് അലക്കുക പോലും ചെയ്യാതെ അതുപോലെ ഇട്ടിരുന്നത് അതുപോലെ അഴിച്ച് വൃത്തിയായിട്ട് മടക്കി വെച്ച് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു രേണുവിന്. ആ കൊല്ലം സുധിയുടെ അവസാനത്തെ ഒരു മണം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് പോകുമല്ലോ, അപ്പോൾ ആ സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ക്ലോത്ത് വാഷ് ചെയ്യാതെ കൊണ്ട് നടക്കുകയായിരുന്നു. മരണം കഴിഞ്ഞ് ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷമാണ് ഈ വസ്ത്രം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ കൊടുക്കുന്നത്. അത് കൊടുക്കാനുള്ള കാരണം, നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരിചിതനായിട്ടുള്ള ഒരു യൂസുഫ് ഭായ് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം ദുബായിൽ ഒരു ഔട്ട്ലെറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെർഫ്യൂമും റീക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഏത് പെർഫ്യൂമും നമ്മൾ ആരുടെ വിയർപ്പിന്റെ സ്മെല്ലാവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അത്തറിന്റെ സ്മെല്ലാവട്ടെ, വിയർപ്പും അത്തറും മിക്സ് ചെയ്തിട്ടുള്ള സ്മെല്ലാകട്ടെ, എന്ത് സ്മെല്ലാണെങ്കിലും അത് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തേടി പോവാറുണ്ട്. അപ്പൊ ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ രേണു ഇത് കൊടുത്തിട്ട് പറയാണ്, എൻ്റെ ഭർത്താവിന്റെ സ്മെല്ല് മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ഒരു സ്മെല്ല് ഒരു പെർഫ്യൂം ആക്കിയിട്ട് കൊണ്ട് വന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ യൂസുഫ് ഭായിന്റെ അടുത്തേക്ക് ലക്ഷ്മി നക്ഷത്ര ഈ വസ്ത്രം കെട്ടിയ കവറുമായിട്ട് ചെല്ലുകയാണ്. അതുപോലെ എന്താണ് അവിടെ നടന്നത് നമുക്ക് കാണാം. വിഷ്വൽ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ വരവിൽ ഞാൻ മാത്രമല്ല, നമ്മുടെ സുധിച്ചേട്ടനും കൂടെ ഉണ്ട്. സുധിച്ചേട്ടന്റെ ഭാര്യ രേണു തന്നു വിട്ടതാണിത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ സുധിച്ചേട്ടൻ ആക്സിഡന്റിന്റെ സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സ്. അതെ, ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും. ഒരിക്കലും ഞാൻ നുണ പറയാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താ പറയുക, ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം കഴിയുന്ന. കാരണം ഒരുപാട് കാലങ്ങളായ കാരണം പക്ഷെ ഇതിന്റെ മണം അവരുടെ മൈൻഡിലും അവരുടെ മനസ്സിലും ഈ മണങ്ങളുണ്ടായിരിക്കും. സത്യം. അവരെ പോലെ ആ മണം തിരിച്ചറിയുന്നവരറിയണ്ടല്ലോ. ഒരുപാട് മൈലുകൾ എന്നെ തേടി വരുന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടമാണ്, ആ പ്രണയമാണ്. പക്ഷെ അത് അവർക്കാണ് തിരിച്ചറിയുക കൂടുതൽ. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം, എൻ്റെ മാക്സിമം കഴിയാവുന്ന മണങ്ങൾ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ
പെർഫ്യൂം ഉണ്ടാക്കി തരാം തീർച്ചയായിട്ടും. പക്ഷെ ഒരിക്കലും 100% ഞാൻ ഒരിക്കലും എൻ്റെ പ്രേക്ഷകരോടോ അല്ലെങ്കിൽ നിങ്ങളോടോ ഞാൻ നുണ പറയാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താ പറയുക, എനിക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ഇക്ക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണോ രേണുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുക? കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലേക്ക് തന്നെ കിട്ടി ഇപ്പൊ 8 മാസമായിട്ടുണ്ടായി. പിന്നെയും എനിക്ക് ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായി. അപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണോ പറ്റുക. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, പെർഫ്യൂം മണങ്ങളോ മറ്റൊന്നും ആയിരിക്കില്ല, ഒരുപക്ഷെ വേർപ്പിന്റെ മണങ്ങളും മറ്റുള്ള മണങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യാന്ന് മാത്രം. ബ്ലഡ് സ്റ്റെയിൻ നമുക്കിത് ഓപ്പൺ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളെ മണം നോക്കിയിട്ട് തീർച്ചയായിട്ടും. ഞാനത് തുറന്നിട്ടില്ല കേട്ടോ. അന്ന് രേണു നമുക്ക് തുറന്ന് കാണിച്ച് അന്ന് രേണു എനിക്ക് പാക്ക് ചെയ്ത് തന്നതാ. അത് അതേപടി. ഇപ്പോൾ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില നമ്മൾ നിശ്ചയിക്കുന്നത് ഇപ്പോൾ കണ്ടില്ല, ഇത്തരം മൈലുകൾ താണ്ടി നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ വാല്യൂ. അപ്പോൾ അവർക്ക് ഇത് എത്ര വിലപ്പെട്ടതാണെന്നുള്ള അവർക്ക് തന്നെ തിരിച്ചറിയുള്ളൂ. കാരണം നമ്മളതിനു വേണ്ടി അതുപോലെ ഇത് വാഷ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അതാണോ? അതെ. ഞങ്ങൾ ഏത് പെർഫ്യൂം ആവട്ടെ എന്താവട്ടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഉൾക്കൊള്ളണം. ഒരിക്കലും ഞാനിത് അങ്ങനെ ആ നേരത്ത് ഞാനിപ്പോഴും എനിക്കറിയില്ലത് ഒരിക്കലും ആക്സിഡൻറ്റ് സമയത്ത് ഉണ്ടായിരുന്ന അത് ക്ഷമിക്കുക എന്നോട്. കാരണം വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം ചില സമയങ്ങളിൽ നമുക്ക് അതിനോടുള്ള ആ മണത്തിനോടുള്ള നമുക്കത് ഒരു പക്ഷേ ബ്ലഡിൻ്റെ മണമാണോ വേർപ്പിൻ്റെ മണമാണോ, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഞങ്ങളൊരു പെർഫ്യൂമേഴ്സ് ആകുമ്പോൾ അതിന് ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രെയിം വരുന്നത്. യൂസുഫ് ഭായിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ഒരു സെന്റ് ക്രിയേറ്ററാണ്, പെർഫ്യൂമർ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ആർട്ടിസ്റ്റാണ്. എല്ലാ കലാകാരന്മാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും. ഇദ്ദേഹത്തിന്റെ കഴിവ് സെന്റുകളിലാണ്. മണങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയാ, മുഷിഞ്ഞ ചോരയും അതുപോലെ തന്നെ അത്തറും പിന്നെ അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും എല്ലാം കൂടെ സ്മെല്ലുള്ള ഈ ഒരു വസ്ത്രവുമായിട്ട് യൂസുഫ് ഭായിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യൂസുഫ് ഭായി അറിയാതെ കരഞ്ഞു പോവാണ് കേട്ടോ. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുപാട് സെന്റുകൾ അദ്ദേഹം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ ആദ്യമായിട്ടാണ് ആക്സിഡന്റിൽ മരിച്ചിട്ടുള്ള ഒരാളുടെ ബ്ലഡ് സ്റ്റെയിനുള്ള ആ ഒരു ഡ്രസ്സുമായിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല മെച്യൂരിറ്റി ഉള്ള പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇദ്ദേഹം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സുമായിട്ട് ആരും അദ്ദേഹത്തെ സമീപിച്ചിട്ടില്ല എന്ന്. കുറച്ച് നിമിഷത്തേക്ക് അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആവുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂസുഫ് ഭായിന്റെ കൈകളിൽ മാജിക് ഉണ്ട്. അപ്പം ആ മാജിക് വർക്ക് ചെയ്തിട്ട് ഇതേ സെന്റ് ഇദ്ദേഹം റീക്രിയേറ്റ് ചെയ്തിട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആ വിഷ്വൽ കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. 30 years ആയി ഈ ഒരു ഇൻഡസ്ട്രിയിൽ. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ആ ആക്സിഡന്റ് സമയത്ത് ഇട്ട് അതേ ഡ്രസ്സും കൊണ്ട് ഒരാൾ ചെല്ലണേന്നാട്ടോ പറഞ്ഞേ. എന്തായാലും നോക്കാം. ഡ്രസ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആക്സിഡന്റ് സമയത്ത് ബ്ലഡോട് ചേർന്നിട്ടുള്ള മണം ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. എനിവേ നമുക്ക് എന്നെ സംബന്ധിച്ച് ആ മണങ്ങൾ ഉണ്ടാക്കാന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മണങ്ങൾ ഞാൻ പറഞ്ഞ മണം പ്ലസ് ആ മണങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് എന്നേക്കാൾ കൂടുതലും നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാവുക സ്വന്തം വൈഫിനാണ്. പക്ഷെ എത്രമാത്രം ഞാനിതിൽ നാട്ടിൽ ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ എന്തായാലും വിളിക്കും രേണുവിനെ. ഇങ്ങനെ യൂസഫ് ഭായി ഞാനും ചേർന്നത് ആ ഒരു സമ്മാനം തരുന്നുണ്ട് എന്ന് പറയും. ബാക്കി നാട്ടിലെത്തിയിട്ട് അത് കൊടുത്തിട്ട് ഞാൻ വിളിപ്പിക്കും. ഇയാൾക്ക് ഞാൻ പറഞ്ഞ മണങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഉണ്ടോ എന്നുള്ളൊരു മണം ഉണ്ടോ നോക്കി നോക്കിയതിൽ അങ്ങനത്തെ ഒരു അതാണ് നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരെ വേണ്ടപ്പെട്ട അതാണ് അതിൻ്റെ മണങ്ങൾ ശരിക്കും.
രേണുവിന് വേണ്ടിയിട്ട് യൂസഫ് ഭായ് ഇത് തന്നുവിടാണ് കേട്ടോ. ഇത് നമുക്ക് രേണുവിനെ വിളിക്കാം കേട്ടോ. ഇതൊന്നും ആയി കഴിഞ്ഞിട്ട് രേണുവിനെ വിളിക്കാം. ഇപ്പൊ ശരിക്കും എനിക്ക് എന്താണോ ഇതിന്റെ സ്മെല്ല് ഇത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യണേ കേട്ടോ. ശരിക്കും ലക്ഷ്മി നക്ഷത്ര ഒരുപാട് കാലമായിട്ട് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് സുധി കൊല്ലം. അപ്പൊ ഈ ഒരു സുധിയുടെ സ്മെല്ല് ലക്ഷ്മി നക്ഷത്രയ്ക്ക് എന്തായാലും കേട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ല് യൂസഫ് ഭായി ലക്ഷ്മി നക്ഷത്രയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മി നക്ഷത്ര ഇമോഷണൽ ആവാണ്. കാരണം നമ്മളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ല എന്ന് അറിയുമ്പോൾ ഒരു വേദന, അത് കൊലീഗനാകട്ടെ ഫ്രണ്ട്സിനാവട്ടെ, അവർ നല്ല ഫ്രണ്ട്സായിരുന്നു. സുധിയും അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രക്ക് നല്ല ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിരിക്കാം ലക്ഷ്മി നക്ഷത്ര കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. രേണുവിന് അവള് പ്രോമിസ് കൊടുത്തിട്ട്, അതായത് വാക്ക് കൊടുത്ത് പോകുന്നതായിരുന്നു, നിന്റെ ഭർത്താവിന്റെ സ്മെല്ല് ഞാൻ നിനക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരാം എന്നുള്ളത്. അപ്പൊ എന്തായാലും അത് ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പൊ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, രേണുവിന് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ വിഷ്വല് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ദുബായിലാ. അപ്പോ അവിടുത്തെ സമയം രേണു ഫോൺ എടുക്കുമെന്ന് എനിക്കറിയില്ല. രേണു കേക്കാം. അതെ, ഞാനിപ്പോ യൂസഫ് ഭായിയുടെ അടുത്താണ് ഉള്ളത്. അന്ന് ആ ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നപ്പോ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിലും എനിക്ക് തോന്നുന്നതും ഒരു 75% ഇപ്പൊ സുധിച്ചേട്ടന്റെ പ്രസൻസ് എനിക്കിപ്പോ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പെർഫ്യൂം എന്റെ കയ്യിലുണ്ട്, ഞാനത് ഉണ്ടാക്കി കൊടുത്തോട്ടെ. രേണു കരയരുത്. ഹലോ, എന്താണ് മോള്? നമസ്കാരം. എന്നിട്ട് മോളെ വിശേഷങ്ങളൊക്കെ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും എനിക്കത് 100% എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് കിട്ടാവുന്ന മണങ്ങൾ വെച്ചിട്ട് ഞാൻ ഏകദേശം രൂപം വെച്ചിട്ട് ഞാൻ അതിനോട് ചേർന്നിട്ട് ആത്മാർത്ഥതയോട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇയാൾ മുന്നിലുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. കാരണം ലക്ഷ്മിനേക്കാളും എന്നേക്കാൾ കൂടുതൽ ആ മണങ്ങൾ തിരിച്ചറിയുന്നത് നിനക്കാണ്. തീർച്ചയായിട്ടും ആ മണങ്ങളെ തേടി വന്നതുപോലെ ഒരു സുഗന്ധമാണ്. തീർച്ചയായിട്ടും ആ സുഗന്ധങ്ങൾ പറക്കട്ടെ. പക്ഷെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആ ഫീലിംഗ് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്ന ഒരു നിമിഷമാണത്. തൻ്റെ ഭർത്താവിൻ്റെ സ്മെല്ല് ഇനി കാലാകാലം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത്, അത് അവരുടെ കയ്യിൽ കിട്ടുക കൂടെ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം ഇമോഷണലി അവർ എന്താ പറയുക വീക്ക് ആവാൻ സാധ്യതയുണ്ട് ആ ഒരു സ്മെല്ല് കിട്ടുന്ന സമയത്ത്. അപ്പം എന്നാലും ലക്ഷ്മി നക്ഷത്രം വിളിച്ചിട്ട് പറയുന്നുണ്ട്, രേണു ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട് ആ സ്മെല്ല് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തരുന്നു. ഏകദേശം 75% അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേണുവിൻ്റെ ഒരു സന്തോഷകരമായിട്ടുള്ള ശബ്ദമാണ് നമ്മൾ കേട്ടത്. രേണു എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. അവൾ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണ്. ഭർത്താവിൻ്റെ സ്മെല്ല് എത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് രേണു. അപ്പം ആ ഭർത്താവിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊതിച്ച് കാത്തിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ആ ഒരു സ്മെല്ല് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഫോണ് യൂസഫ് ഭായിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂസഫ് ഭായ് പറയുന്നുണ്ട്, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, ആത്മാർത്ഥമായി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്കത് സ്മെല്ല് ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിലെന്നോ ഒരു വേള ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ യൂസഫ് ഭായ് പറയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഫീൽ ചെയ്തത് യൂസഫ് ഭായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറാക്കിളാണ്. ഒരുപാട് പേർക്ക് സമാധാനമാകുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു മാജിക് ആവുന്ന ഒരു മജീഷ്യനാണ് യൂസഫ് ഭായ്. ഒരുപാട് പേര് ഇതുപോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ മണവുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കാറുണ്ട്. അതെല്ലാം അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. യൂസഫ് ഭായിൻ്റെ വീഡിയോസ് ഞാൻ കുറേ മുന്നേ തന്നെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തതെന്ന് മാത്രം. ഇത് കുറച്ച് ഇമോഷണൽ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് തട്ടിയത് കൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്യാനുള്ളൊരു കാരണം. ഈ ഒരു റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആർട്ട് അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് നിത്യവസന്തമാണ്. അതിന് ഒരിക്കലും മരണമല്ല. മനുഷ്യന്മാർ മരിക്കും, അതുപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും മരണമുണ്ട്. പക്ഷേ കല എന്ന് പറഞ്ഞതിന് മരണമില്ല എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെല്ലാൻ ബൈ.